ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഹിരോഷിമ ദിനത്തെക്കുറിച്ചാണ്. എന്താണ് ഹിരോഷിമ ദിനം? ജപ്പാനിലെ ഒരു സിറ്റിയാണ് ഹിരോഷിമ. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. ആ ദിവസമാണ് നാം ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പാഴ്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. 40,000-ഓളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോൾ ഡിബർട്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ DNDയുടെ പ്രകടശേഷി ഉണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുരട്ടിയടിച്ചു ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു. സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാനെ വേട്ടയാടി. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു. ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഹിരോഷിമ. ലോകത്തെ ആദ്യമായി യുദ്ധത്തിനിടയ്ക്ക് അണുബോംബ് ഉപയോഗിച്ചത് ഈ പട്ടണത്തിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്കൻ പട്ടാളം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത്. അണുബോംബ് വീണ മറ്റൊരു നഗരം നാഗസാക്കിയാണ്. ഹിരോഷിമയിൽ വീണതാണോ നാഗസാക്കിയിൽ വീണതാണോ വലിയ ബോംബ് എന്ന് ചോദിച്ചാൽ, നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ച പ്ലൂട്ടോണിയം തരത്തിലുള്ള ബോംബിന് യഥാർത്ഥത്തിൽ ഹിരോഷിമയിൽ ഉപയോഗിച്ചതിനേക്കാൾ വലിയ സ്ഫോടനാത്മക ശക്തി ഉണ്ടായിരുന്നു. ഹിരോഷിമയിൽ ഇത്രയധികം പേർ കൊല്ലപ്പെട്ടതിന്റെ കാരണം പ്രധാനമായും 2 നഗരങ്ങളെയും ഭൗതിക സവിശേഷതകളിലെ വ്യത്യാസങ്ങളിൽ നിന്നാണ്. 1589 സെറ്റോ ഉൾക്കടലിൽ മോറി ഡെർമോട്ടോ എന്നയാളാണ് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത്. 1871 ഹിരോഷിമ പ്രവിശ്യയുടെ തലസ്ഥാനമായി ഹിരോഷിമ മാറി. ഹിരോഷിമയുടെ ചരിത്രം തിരുത്തി എഴുതിയത് രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. അച്ചുതണ്ട് ശക്തികളിൽ ഒരു പ്രധാന രാജ്യമായിരുന്ന ജപ്പാനെ അടിയറവ് പറയാൻ സഖ്യകക്ഷികളിൽ പ്രമുഖരായിരുന്ന അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ഓഗസ്റ്റ് 6 പ്രയോഗിച്ച ആദ്യ അണുബോംബായിരുന്നു ലിറ്റിൽ ബോയ്. ഇക്കാലത്ത് ഏകദേശം 5 ലക്ഷത്തിൽ പരം ആളുകൾ മരിച്ചതായി കണക്കാക്കുന്നു. 4 ദിവസങ്ങൾക്കിടയിൽ ആ വൻ നഗരങ്ങൾ ഓരോന്നും നിമിഷങ്ങൾക്കകം ചുട്ടുകരിക്കപ്പെടുകയും 10,000-കണക്കിന് ആളുകൾ പൊള്ളലേറ്റ് ശ്വാസം മുട്ടിയും കൂട്ടത്തോടെ മരിക്കുകയും ചെയ്തു. ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും അങ്ങനെ ആണവായുധത്തിന്റെ അതിഭയാനകമായ സംഹാരശക്തിയുടെ ആദ്യത്തെ ഇരകളായി. ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകമാണ് ഹിരോഷിമ ശാന്തി സ്മാരകം അഥവാ ഹിരോഷിമ പീസ് മെമ്മോറിയൽ. ഹിരോഷിമയിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം. അണുവിസ്ഫോടനത്തെ അതിജീവിച്ച ഹിരോഷിമ പ്രീഫെക്ചറൽ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ എന്ന കെട്ടിടത്തെയാണ് ശാന്തി സ്മാരകമാക്കി മാറ്റിയത്. ആണവായുധങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കെട്ടിടം സമാധാനത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. 1996 യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായി പ്രഖ്യാപിച്ചു.